പള്ളിന്റെ മേലെ ചന്ദ്ര ഉദിച്ച് നിൽക്കണോ കാണി 2 കാലിന്റെ ഇടയിൽ കയ്യച്ചുറങ്ങുന്ന സമയമാണ്. ഈ മാസത്തിൽ ഇതൊക്കെ കാണുള്ളൂ. ഞാൻ എത്തിയപ്പോ ജമാഅത്തൊക്കെ തുടങ്ങി. നിസ്കാരം ഇങ്ങനെ ഉസ്താദിന്റെ വകര് ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കേട്ട് പള്ളിക്കന്ന് ഇറങ്ങി. പിന്നെ വണ്ടി എടുത്ത് നേരെ തണൽ ഷെഡിന്റെ അവിടെ നിന്ന് പോയാക്കാൻ നേരി. ഇതാണ് നമ്മള് തണൽ ഷെഡ്. ഇത് നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ്. ഈ മുറ്റത്താണ് നിന്ന് സൗദിയിലും ദുബായിലൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി വരാം. 10ാമത്തെ നോമ്പായത്തിന് പെരുന്നാളിന്റെ ചർച്ച വരെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. രാവിലെ ഒന്നുകൂടി ഉറങ്ങി. പിന്നെ നേരെ കടയിലേക്ക് എത്തിയിട്ട് ഒരു ഉച്ചയായപ്പത്തിന് നമ്മളെ കടന്റെ മുന്നിൽ ഒരു വണ്ടി എത്തി. ഞാൻ കരുതി നമ്മളെ വീഡിയോ കണ്ട് നമ്മളാരും തല്ലാൻ വരികയാണെന്ന്. ഇതൊന്നല്ല, യാസർ ഗൾഫിൽ നിന്ന് കാണാൻ വന്നിക്കാണ്. കൊണ്ടിടാൻ പോയിട്ട് ഒന്നും കിട്ടാത്തിന്റെ കളിയാക്കലൊക്കെ ഇറങ്ങി. ഫോണിന്റെ ലീവ് ചെയ്യുമ്പോൾ നമുക്ക് മീൻപിടുത്തം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. നമുക്ക് പൂക്കലൊക്കെ ഉണ്ടാവും പെരയ്ക്ക് പോയി സാധനങ്ങൾ കയറ്റി നമ്മൾ ഇനി പണിക്കുവാണ് സൈറ്റിക്ക്. ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ വേറെ സൈറ്റിക്ക് അളവെടുക്കാൻ പോവാണ്. പോണ നമ്മൾ പൂരത്തിന്റെ ഇടയിലാണ് പെട്ടു. പൂരത്തിന് വന്നിക്കൊന്നല്ലോ കേട്ടോ, അറിയാതെ വന്നാ. അളവിടെ കളയാനായിട്ട് നമ്മൾ നോമ്പർക്കായിരുന്നു. നിന്റെ ചെക്കന്മാരൊക്കെ പീഡിന്റെ അവിടെ ഉണ്ടാവില്ല, എല്ലാവരും പൂരത്തിന് പോയിക്കാണ്. അതുകൊണ്ട് പൂരത്തിന് പോയി. റിയാസ് എല്ലാവരും കൂട്ടി വന്നിട്ട് ടിപ്പറിലെ വന്നിക്കണതാ തോന്നുന്നു. റേഷൻ കാർഡിലുള്ള എല്ലാവരും പെറുക്കി പോകുന്നു. ആഷിക്ക് ഒരു ആനെ കണ്ട പൊലിവിലാണ്. ചെറുക്കന്മാരെന്തായാലും അഴുതാൽക്ക് അടി തട്ടി കൂട്ടുണ്ട്. തമ്മിൽ തല്ലി ചാവായിരുന്നാ മതിയായിരുന്നു. ഇവര് ഓസിന് അടി കാണാൻ പോവാണ്. ആകെ ഇപ്പൊ നമ്മള് സാനിക്ക് എന്തെങ്കിലും വാങ്ങാൻ പോയി. അങ്ങനെ നമ്മളൊരു തോക്ക് വാങ്ങി. അതിന്റെ ടെസ്റ്റ് അപ്പൊ നടക്കണേ. രാത്രി വന്ന് കടന്നത് ഓർമ്മയുള്ളൂ. പിന്നെ അത്താഴത്തിന് ചെറുക്കം വന്ന് നീപ്പിച്ചാണ്. എന്തായാലും തോക്കൊണ്ടും പണി തുടങ്ങിക്കണം. എന്തായാലും ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.